അങ്ങനെ RSS പ്രവർത്തകർക്ക് വലിയ സന്തോഷ വാർത്തയും RSS വിരോധികൾക്ക് വലിയ വിഷമം വരുന്ന റിപ്പോർട്ടുമാണ് പുറത്തുവരുന്നത്. 1966 മുതൽ RSSന്റെ പ്രവർത്തനങ്ങളിൽ ബന്ധപ്പെട്ടിരിക്കുന്ന ഏതൊരു സർക്കാർ ഉദ്യോഗസ്ഥനും അച്ചടക്ക നടപടിക്ക് ബാധ്യസ്ഥനാണ് എന്ന ഉത്തരവ് നിലവിൽ ഉണ്ടായിരുന്നു. ഇനിയാണ് കഥയുടെ ട്വിസ്റ്റും RSS വിരോധികളുടെ കരച്ചിലും കേൾക്കാൻ പോകുന്നത്. എക്സിലെ പോസ്റ്റിൽ കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് പറഞ്ഞത്, ഗാന്ധിജിയുടെ കൊലപാതകത്തെ തുടർന്ന് 1948 ഫെബ്രുവരിയിൽ സർദാർ പട്ടേൽ RSSനെ നിരോധിച്ചിരുന്നു. തുടർന്ന് നല്ല നടപടിയുടെ ഉറപ്പിൽ നിരോധനം പിൻവലിച്ചു. ഇതിനുശേഷവും RSS നാഗ്പൂരിൽ ദേശീയ പതാക ഉയർത്തിയിട്ടില്ല. ജയറാം രമേശ് ഈ പറഞ്ഞതിൽ തന്നെ തെറ്റുകളുണ്ട്. ഒന്നാമത്, ഗാന്ധിവധത്തിൽ RSSന് പങ്കില്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് സർദാർ വല്ലഭായ് പട്ടേൽ RSSനെതിരെയുള്ള നിരോധനം നീക്കിയത്. 2002 മുൻപ് സ്വകാര്യ സംഘടനകൾ ദേശീയ പതാക ഉയർത്തുന്നത് ഇന്ത്യയുടെ ഫ്ലാഗ് കോഡ് നിയന്ത്രിച്ചതിനാലാണ് അതുവരെ RSS നാഗ്പൂരിൽ RSS ആസ്ഥാനത്ത് ദേശീയ പതാക ഉയർത്താതിരുന്നത്. ഫ്ലാഗ് കോഡ് ഓഫ് 2002 രാജ്യത്ത് ദേശീയ പതാകയുടെ ഉപയോഗം, പ്രദർശിപ്പിക്കൽ, ഉയർത്തൽ എന്നിവയെ ചുറ്റിപ്പറ്റിയുള്ള ഒരു കൂട്ടം മാർഗനിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. ദേശീയ പതാക പ്രദർശിപ്പിക്കുന്നതിനുള്ള എല്ലാ നിയമങ്ങളും സമ്പ്രദായങ്ങളും നിർദ്ദേശങ്ങളും ഒരുമിച്ച് കൊണ്ടുവന്നു. സ്വകാര്യ പൊതു സർക്കാർ സ്ഥാപനങ്ങൾ ദേശീയ പതാക പ്രദർശിപ്പിക്കുന്നതിൽ കുഴപ്പമില്ലെന്ന രീതിയിൽ അങ്ങനെ ഫ്ലാഗ് കോഡ് വന്നു. അങ്ങനെ 2002 മുതൽ RSS ആസ്ഥാനത്ത് ദേശീയ പതാക ഉയർത്തി തുടങ്ങി. പിന്നെ ജയറാം രമേശ് പറഞ്ഞത്, 1966 RSS പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്ന സർക്കാർ ജീവനക്കാർക്ക് നിരോധനം ഏർപ്പെടുത്തി. ശരിയാണ്, 2024 ജൂൺ 4 ശേഷം സ്വയം അഭിഷേകം ചെയ്യപ്പെട്ട നോൺ ബയോളജിക്കൽ പ്രധാനമന്ത്രിയും RSSും തമ്മിലുള്ള ബന്ധം വഷളായി. 2024 ജൂലൈ 9 വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്ന കാലത്തുപോലും നിലവിലിരുന്ന 58 വർഷത്തെ ഒരു തീരുമാനം, അതായത് സർക്കാർ സർവീസിലുള്ള RSS പ്രവർത്തകർക്ക് RSS ശാഖകളിലും പരിപാടികളിലും പങ്കെടുക്കുന്നതിനുള്ള വിലക്ക് നരേന്ദ്ര മോദി നീക്കി എന്നുമാണ്. ബ്യൂറോക്രസിക്ക് ഇപ്പോൾ നിക്കറിലും വരാൻ കഴിയും എന്നും അദ്ദേഹം കളിയാക്കി. ഏറെ രസകരം, NDA ആണ് അധികാരത്തിൽ. കൂട്ടുകക്ഷി ആയതുകൊണ്ട് നിതീഷ് കുമാറിന്റെയും ചന്ദ്രബാബു നായിഡുവിന്റെയും പാവയായി നരേന്ദ്രമോദിക്ക് നിൽക്കേണ്ടി വരുമെന്നും മോദി 3.0 സർക്കാര് വൻ പരാജയമായിരിക്കുമെന്നും സന്തോഷത്തോടെ വിളിച്ചു പറഞ്ഞ് ആഘോഷിച്ചിരുന്ന മലയാളം മാധ്യമങ്ങളും RSS മോദി വിരോധികളും ഉണ്ടായിരുന്നു. ഇത്തവണ നമ്മൾക്ക് അറിയാവുന്നതുപോലെ നരേന്ദ്രമോദിക്ക് ഒറ്റയ്ക്ക് തീരുമാനിക്കാൻ കഴിയാത്ത, BJPക്ക് ഒറ്റയ്ക്ക് എല്ലാ ഡിസിഷനും എടുക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ല. ഒരു കോമൺ മിനിമം പരിപാടി വേണം. അതായത് നമ്മുടെ സഖ്യത്തിന് ഒരു പൊതു മിനിമം പരിപാടി വേണം. ആ പരിപാടിക്കൊപ്പിച്ചുവേ മുന്നോട്ട് പോകാൻ കഴിയും. BJPക്ക് എന്തും തീരുമാനിക്കാൻ കഴിയുന്ന ഒരു നിലയുണ്ടാവരുത് എന്നതാണ് അവർ മുന്നോട്ട് വെക്കുന്ന ആവശ്യം. അവർക്ക് ലഭിച്ച കനത്ത പ്രഹരമാണ് മോദി സർക്കാരിന്റെ ഈ തീരുമാനം. ഇപ്പോഴും കേന്ദ്രഭരണത്തിൽ നടക്കുന്നത് RSSന്റെ അജണ്ടയാണെന്നുള്ള ശക്തമായ അറിയിപ്പാണ് ഈ തീരുമാനം. ഇനി മോദി വിരോധികൾക്കും RSS വിരോധികൾക്കും നല്ല അസലായി കരയാം. ഇനി സർക്കാർ ഉദ്യോഗസ്ഥരെ മിക്കവാറും RSS ശാഖയിലും കാണേണ്ടി വരും. ഈ വിഷയത്തെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം കൂടി കമന്റിൽ പറയുക. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.